വേറെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ താങ്കൾ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് ഭയത്തോടെയാണെന്നാണ് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. കോൺഗ്രസ് വിജയിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിന്റെ വിജയം എന്നെ ആഗ്രഹിക്കുന്ന അതിന് വേണ്ടിയിട്ട് തന്നെ ഇറങ്ങാൻ പോകുന്നത്, പേടിക്കണ്ട. നമ്മളൊക്കെ വന്നിരിക്കുന്നത് അതിന് തന്നെയാണ്. കോൺഗ്രസിന്റെ UDF-ന്റെയും ഒരു നല്ലൊരു വമ്പിച്ച ഭൂരിപക്ഷം കാണട്ടെ നിയമസഭയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഈ CPM-ന്റെ തത്വങ്ങളൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ പാർട്ടിയിലേക്ക് സ്വീകരിക്കും എന്നുകൂടി അദ്ദേഹം പ്രതികരിച്ചു. നോക്കൂ, ഞാൻ ഒറ്റ പാർട്ടിയിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഇതാണ് ആ പാർട്ടി. ഇത് 18ാമത്തെ വർഷം തുടങ്ങുകയാണ്. ഇപ്പോൾ ഒന്നും വെറുതെ ഇത് ചോദിച്ചുകൊണ്ടതിൽ വലിയ ബുദ്ധിയില്ല കേട്ടോ. സത്യം പറയുന്നത് വെറുതെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല കേട്ടോ. നാളെ കേന്ദ്ര ബഡ്ജറ്റാണ്. അതിന് ഞാൻ പോകുന്നുണ്ട്. നാളെ പുലർച്ചെ ഫ്ലൈറ്റിൽ പോയി ബഡ്ജറ്റിൽ നമ്മളെല്ലാവർക്കും ശ്രദ്ധയോടെ കേൾക്കേണ്ടി വരും. എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവരുടെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയും യുവാക്കളുടെ തൊഴിലില്ലായ്മയും കുറിച്ച് നമുക്ക് ചിന്തയുണ്ട്. കേരളത്തിൽ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയണം കേരളത്തിൽ എന്താ കിട്ടാൻ പോകണമെന്ന്. അതൊക്കെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടി പോകും. അറിയില്ല, ഫൈനാൻസ് മിനിസ്റ്റർ കണ്ടുവല്ലോ അവര്. നമ്മളുടെ ഈ സംസ്ഥാനത്തെ മിനിസ്റ്റർ സംസാരിച്ചില്ലേ. ഇനി എന്താ കേന്ദ്രത്തിൽ വരാൻ പോകണം നോക്കാം. താങ്കൾക്ക് വ്യക്തിപരമായിട്ട് എന്താണ് തോന്നുന്നത്? എന്താണ് ഇപ്പൊ അടിയന്തരമായി കേരളത്തിന് വേണ്ടി? കാരണം കേരളത്തിന്റെ ധനമന്ത്രി നേരിട്ട് കണ്ട് 29 ആവശ്യങ്ങളാണ് കേന്ദ്രത്തോട് പറഞ്ഞത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? എയിംസ് ആണോ ആദ്യമായിട്ട് വേണ്ടത്? അതെ, ഈ എയിംസ് ഒരു പണ്ടേ തന്നൊരു വാഗ്ദാനമാണ്. അതിനെ പൂർത്തിയാക്കണമെന്ന് എന്റെ അഭിപ്രായം തന്നെയാണ്. അതിനെക്കുറിച്ചൊരു സംശയവും വേണ്ട. അത് കുറെ വർഷങ്ങളായി ഞാൻ ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്തും ഞാൻ MP ആയിരിക്കുന്ന സമയത്താണ് ഈ വാഗ്ദാനം ആദ്യം വന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 15 വർഷമായി. ആ എയിംസ് വരണം, ഒരു സംശയവും വേണ്ട. പിന്നെ അതുപോലെ പല ആവശ്യങ്ങളും നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. 29 ലിസ്റ്റ് ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും എന്താണ് അവർ പറയാൻ പോകുന്നത് കേട്ട ശേഷം നമ്മൾ വീണ്ടും സംസാരിക്കാം. നമ്മൾക്ക് ആവശ്യമുള്ളത്, എനിക്ക് പ്രത്യേകിച്ച് എന്റെ മനസ്സിൽ തീരദേശം തന്നെയാണ്. ഞാൻ കുറെ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന പാർലമെന്റ് പ്രസംഗത്തിലും പ്രധാനമന്ത്രിക്ക് എഴുതിയിട്ടും ആവശ്യപ്പെട്ടത് നമ്മുടെ തീരദേശത്തെ സംരക്ഷിക്കാൻ. എല്ലാ വർഷവും എല്ലാ മഴക്കാലത്തിലും നമ്മളുടെ ഭൂമി അലിഞ്ഞു പോകുന്നുണ്ട് സമുദ്രത്തേക്ക്. അതിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മളുടെ തീരദേശ മത്സ്യത്തൊഴിലാളികൾക്കും സമുദ്രത്തിന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കാനുമുള്ള സൗകര്യം കൊടുക്കാൻ വേണ്ടി ചില പുളിമുട്ടുകളും ചില അത്യാവശ്യമായ കടൽ ഭിത്തിയും ആവശ്യമുണ്ട് നമ്മളുടെ ഈ തീരദേശത്തെ സംരക്ഷിക്കാൻ. അതൊരു വലിയൊരു പ്രധാനപ്പെട്ട ആവശ്യം ഞാൻ കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരിട്ട് പ്രധാനമന്ത്രി കണ്ടു പറഞ്ഞ ഒരു കാര്യം കൂടിയാണത്. ഇനി അത് വന്നാൽ നല്ലൊരു കാര്യമായിരിക്കും, അതിനൊരു സഹായം വന്നാൽ. അവരിതുവരെ എടുത്ത നിലപാട് ഇത് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ എല്ലാം. സംസ്ഥാന സർക്കാർ പറയുന്നു അവർക്ക് അതിന് കാശില്ല. അപ്പൊ ഈ സ്ഥിതിയിൽ എങ്ങനെയാണ് നമ്മൾ ഈ നാടിനെ സംരക്ഷിക്കാൻ പോകണം? നമ്മൾ ഒരു ഇഞ്ച് ഭൂമി ഹിമാലയയിൽ പോയി നഷ്ടപ്പെട്ടാൽ ചൈനയോടൊപ്പം യുദ്ധത്തിന് സംസാരമായിരിക്കും. ഇവിടെ നമ്മൾ എന്റെ മണ്ഡലത്തിൽ 64 സ്ക്വയർ കിലോമീറ്ററാണ് നമ്മൾ ഈ എന്റെ MP സ്ഥാന സമയത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആർക്കും ചിന്തയില്ലേ? നമ്മുടെ ഭാരതത്തിന്റെ ഭൂമിയെല്ലാം നഷ്ടമായിട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നേരിട്ട് പറഞ്ഞത് സംസ്ഥാനത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും കേന്ദ്രത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്നാണ്. അതിന്റെ ഒരു തെളിവ് കാണാമല്ലോ ബഡ്ജറ്റില്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വർഷമായ കാരണം നമുക്ക് ചില പ്രതീക്ഷകൾ ഉണ്ടാവാം. പക്ഷെ ബഡ്ജറ്റ് കണ്ട ശേഷം നമ്മൾ സംസാരിക്കും. ഒന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ നിരാശ നമ്മളെന്തായാലും കേൾക്കട്ടെ, പറയാം കേട്ടോ. ഞാനിത് ഇറങ്ങുന്നു. താങ്ക് യു.